കടുത്ത സുരക്ഷാ പരിശോധനകളും തുടർച്ചയായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണം വൈകിയ വിക്ഷേപണങ്ങൾക്ക് ISRO അനുമതി നൽകിയിരിക്കുകയാണ്. ഒടുവിൽ രാജ്യത്തിന്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗയാന്റെ പരീക്ഷണ വിക്ഷേപണം ഒക്ടോബറിലും GSLV വിക്ഷേപണം സെപ്റ്റംബറിലും നടക്കും. PSLV വിക്ഷേപണങ്ങളുടെ തുടർച്ചയായ പരാജയത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കർശന സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പുതിയ ദൗത്യങ്ങളുടെ 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത്. രാജ്യാതിർത്തികളുടെയും ഭൂപ്രദേശങ്ങളുടെയും ചിത്രങ്ങൾ ലഭ്യമാക്കാൻ ശേഷിയുള്ള ജിയോ ഇമേജിംഗ് ഉപഗ്രഹമായ EOS-5 ഉപഗ്രഹമായിരിക്കും GSLV മാർക്ക് 2 റോക്കറ്റ് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണത്തിനായി 2 ഉപകരണങ്ങൾ, അതായത് ഗതി നിർണയ ഉപഗ്രഹമായ NVS-03, EOS-05, GSAT-1A ഒരുക്കിയിരുന്നുവെങ്കിലും വിക്ഷേപണ അനുമതി ലഭിച്ചിരുന്നില്ല. സുരക്ഷ ഉറപ്പാക്കാതെ വിക്ഷേപണം വേണ്ട എന്ന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ. വിക്ഷേപണത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതി വാങ്ങുക എന്നത് സാധാരണ നടപടിയാണെന്നാണ് വിശദീകരണം. 2025 മെയിൽ PSLV-C-61 വിക്ഷേപണവും ഈ വർഷം ജനുവരി 12 നടന്ന PSLV-C-62 വിക്ഷേപണവുമാണ് പരാജയപ്പെട്ടത്. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് ഇതുവരെയായിട്ട് പുറത്തുവിട്ടിട്ടില്ല. ഗഗയാൻ ദൗത്യത്തിന്റെ ഗ്രൗണ്ട് പരീക്ഷണത്തിന്റെ 90% പൂർത്തിയായതായി ISRO അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ നടക്കുന്ന ആദ്യ പരീക്ഷണ ദൗത്യത്തിന് ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ബഹിരാകാശത്തേക്ക് എത്തിച്ച് തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ISRO നിർമ്മിച്ച വ്യോമമിത്ര എന്ന മനുഷ്യ റോബോട്ടിനെയും ബഹിരാകാശത്തേക്ക് അയക്കും. യാത്രികർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളും പേടകത്തിലെ സുരക്ഷയും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. 2 പരീക്ഷണ ദൗത്യങ്ങൾക്ക് ശേഷം 2028 സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ ദൗത്യം. PSLV നിർമ്മാണ ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും 3ാം ഘട്ടത്തിലെ സോളിഡ് മോട്ടോറുകളിൽ സാങ്കേതിക മാറ്റങ്ങൾ വരുത്താനും നടപടിയുള്ളത്. അന്വേഷണ സമിതിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് PSLV റോക്കറ്റുകളുടെ തുടർന്നുള്ള വിക്ഷേപണങ്ങൾ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന PSLV-C-62 ദൗത്യ പരാജയത്തിന് ശേഷം 9 മാസത്തോളമായി ISROയുടെ വിക്ഷേപണങ്ങൾ മുടങ്ങിയിരുന്നു. സെപ്റ്റംബർ ആദ്യവാരം GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയക്കാനാണ് നിലവിലത്തെ തീരുമാനം. മുമ്പത്തെ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ അത് വിലയിരുത്തി അതിനുശേഷമുള്ള ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധനകളും തുടർ നടപടികളുമാണ് വിക്ഷേപണം അയക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കൂടാതെ സ്പേസ് കമ്മീഷനാണ് ബഹിരാകാശ വിഷയങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ട പരമാധികാര സ്ഥാപനം. ഉദ്യോഗസ്ഥർ അതിൽ തലയിടാൻ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ISROയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ രാജിവെക്കുന്നു എന്ന വാർത്തകളിലൊന്നും കാര്യമില്ല. അത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് മുൻ ISRO ചെയർമാനായ G. മാധവൻ നായർ പറയുന്നു. 2 PSLV ദൗത്യങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ ഇടപെടലാണ് ISROയുടെ മറ്റ് ദൗത്യങ്ങൾ നിർത്തിവെക്കാൻ കാരണമായതെന്നാണ് വിവരം. സ്പേസ് കമ്മീഷനെ മറികടന്ന് ഉദ്യോഗസ്ഥ ലോബി ഇടപെടുന്നതാണ് നിലവിൽ ISROയെ ബാധിച്ച പ്രശ്നമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. എന്തായാലും അവസാനഘട്ട, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അകത്തു നിന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകൾ, പ്രധാനമന്ത്രി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ വരുന്നതോടുകൂടി അജിത് ഡോവലിന്റെ റിപ്പോർട്ട് കൂടി എത്തുന്നതോടുകൂടി ISRO ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് നരേന്ദ്രമോദിയും അജിത് ഡോവലും കൂടെ നേരിട്ടിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.